ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആഗസ്റ്റ് മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. ഈ മാസം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത്. നമ്മൾ എന്തൊരാഗ്രഹം ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചാലും കാന്തം ആകർഷിച്ച് കിട്ടുന്നത് പോലെ നമ്മുടെ ആഗ്രഹത്തെ ആകർഷിച്ച് എടുക്കാൻ കഴിവുള്ളൊരു ദിവസം. എന്നാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നതെന്ന് നമുക്ക് നോക്കാം. 2025 ആഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ് ഇപ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്ര സമയം വന്നിരിക്കുന്നത്. എന്താണ് ആ ദിവസത്തെ പ്രത്യേകത? എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേകത, അന്ന് വെള്ളിയാഴ്ചയാണ്, വരമഹാലക്ഷ്മി വ്രതമാണ്. അതുകൂടാണ്ട് തന്നെ അന്ന് പൗർണമി തിഥിയുണ്ട്. ഒപ്പം തന്നെ അന്ന് സർവാർത്ഥ സിദ്ധി യോഗവും ഹയഗ്രീവ ജയന്തിയും ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാകുന്ന, അതായത് 888 പോർട്ടൽ ഓണാകുന്ന ദിവസം കൂടിയിട്ടാണ്. നമുക്കറിയാം 888 പോർട്ടൽ എന്നൊക്കെ പറയുന്ന പോർട്ടൽസ് ഓണാകുമ്പോൾ നമ്മുടെ എന്താഗ്രഹത്തെയും മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് നേരിടാൻ സാധിക്കും. അതേപോലെ പൗർണമി തിഥി ഉള്ളപ്പോഴും ഇതുതന്നെയാണ്. പ്രപഞ്ചം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് സാധിച്ചു തരും. സർവാർത്ഥ സിദ്ധിയോഗമുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും വിജയിച്ചു കിട്ടുകയും ചെയ്യും. ഹയഗ്രീവ ജയന്തി എന്ന് പറയുന്നത് വേദങ്ങളെ കട്ടെടുത്തു കൊണ്ടുപോയ അസുരനായ ഹയഗ്രീവൻ്റെ കയ്യിൽ നിന്നും അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി മഹാവിഷ്ണു ഒരു അവതാരം കൈക്കൊണ്ടു. കുതിരയുടെ രൂപമുള്ള ഹയഗ്രീവൻ, ആ ഹയഗ്രീവ സ്വാമിയുടെ ജയന്തിയും കൂടിയിട്ടാണ്. ഒപ്പം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വരമഹാലക്ഷ്മി വ്രതവും. ഇത്രയും വിശേഷങ്ങൾ അതീവ ശുഭപ്രദമായിട്ട് നിൽക്കുന്ന, ശുഭഗ്രഹങ്ങൾ യോഗം ചെയ്യുന്ന ഈ ഒരു ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും 24 മിനിറ്റ് കൊണ്ട് പ്രപഞ്ചം നമുക്കത് നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടെത്തിച്ച് തരും. നമുക്ക് ആർക്കും അതിൽ സംശയിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഈ ദിവസം എല്ലാവരും കഴിയുന്നതും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക തന്നെ വേണം. അതിനു മുൻപായിട്ട് ഇന്ന് എനിക്ക് വന്നൊരു കമൻറ്റ്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം പങ്കുവയ്ക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് ഫോൺ ഓണാക്കിയപ്പോഴേ കണ്ട കമൻറ്റാണിത്. ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഊർജം, ഭഗവാൻ മുരുകൻ എനിക്ക് തന്ന അനുഗ്രഹമൊക്കെയാണ് ഈ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടിയിട്ട് ഈ ഒരു കമൻറ്റ് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് ആ കമൻറ്റെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അവന്തിക കാർത്തികാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് വേൽമാറലും സ്കന്ദഷഷ്ഠി കവചവും അതിനെപ്പറ്റിയൊക്കെ കൂടുതലായി അറിയുന്നത്. പിന്നെ ഞാൻ മുരുക ഭഗവാനോട് കൂടുതൽ അടുത്തു. വേൽമാറലും സ്കന്ദഷഷ്ഠിയും ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വായിക്കാൻ തുടങ്ങി. 1 വീക്ക് ആയപ്പോഴേക്കും ഭഗവാന്റെ ഫോട്ടോ വെച്ചിരുന്ന സെയിം സൈഡ് വോളിലായി ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ചിത്രം തന്നെ ഉണ്ടായി. അതിൽ മയിലിൻ്റെയും ഒരു ബാലൻ്റെയും വേലിൻ്റെയും ഒക്കെ ആകൃതിയിലുള്ള ഒരു രൂപമുണ്ടായി. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനത് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. അവർക്കും അതുപോലെ തന്നെയാണ് തോന്നിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡിന് ചെന്നൈയിൽ നിന്നും ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. തിരുത്തണിയിൽ ഉദിത്തരുളുമെന്ന വേൽമാറൽ ചൊല്ലിയ ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്. ഹസ്ബൻഡിന് ജോബ് കിട്ടിയതും ഞങ്ങൾ ചെന്നൈയിൽ വന്നു. അപ്പോഴാണ് അറിയുന്നത് തിരുത്തണി മുരുകൻ ടെമ്പിളിൽ ഞങ്ങളുടെ അടുത്താണെന്ന്. ഉടനെ പോയി തൊഴുകയും ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കമൻസാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നലെയും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനുണ്ടായ കാരണം, നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ ഭഗവാൻ തീർച്ചയായും നമ്മളെ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ്. അത് പല രീതിയിലായിരിക്കും. ഈ വീഡിയോ ഇന്നലെ നമ്മുടെ ചാനലിൽ തന്നെയുള്ള സുസ്മിത ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ്. ചേച്ചിയുടെ വീട്ടിൽ മയിൽ വന്ന് പീലി വിടർത്തുന്നതും അതേപോലെ മയിലിൻ്റെ സൗണ്ടും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് വീഡിയോയും റെക്കോർഡായിട്ടും ഒക്കെ എടുത്തയച്ച് തന്നിരുന്നു. ഓരോ ദിവസവും ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എനിക്ക് ഇതുപോലെ ഓരോ രീതിയിലാണ് കിട്ടുന്നത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് എന്താണ് വേണ്ടതല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പറ്റുന്നതും എല്ലാവരും വേലും മയിലും സേവലും തുണയെഴുതാൻ ശ്രമിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഭഗവാന്റെ 6 മുഖത്തെ കുറിക്കുന്ന ആ 6 പേരുകൾ ചൊല്ലിക്കൊണ്ടുള്ള അർച്ചന ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തിരുപ്പുകൾ, ഞാനൊരു തിരുപ്പുകൾ പറഞ്ഞിരുന്നു, അത് ചൊല്ലി നിങ്ങൾ
ഭഗവാനെ പൂജിക്കണം. തീർച്ചയായും ഇതുവരെയായിട്ടും അനുഗ്രഹം കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. ഒന്നും ചെയ്തില്ലെങ്കിലും ഓം ശരവണഭവ എന്നുള്ളത് തന്നെ വിശ്വാസത്തോടുകൂടി ചൊല്ലിയാൽ ഭഗവാൻ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അഭിജിത്ത് നക്ഷത്ര സമയത്തെപ്പറ്റി എന്താണ് അഭിജിത്ത് നക്ഷത്രം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുൻപ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഈ പ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്രം ഞാൻ പറഞ്ഞു ആഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസം. അത് അന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആഗസ്റ്റ് 8 ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാവുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പ്രപഞ്ചത്തിൻ്റെ എനർജി വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്ന പൗർണമി തിഥി, ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാകുന്ന ദിവസം, വരലക്ഷ്മി വ്രതം, ഹയഗ്രീവ ജയന്തി ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മികച്ച ഫലം തന്നെ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സമയവുമാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. 2025 ആഗസ്റ്റ് 8 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:16 മുതൽ 2:40 വരെ വരുന്ന 24 മിനിറ്റ് സമയമാണ് അഭിജിത്ത് നക്ഷത്ര സമയമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൂജാമുറിയിൽ മറ്റു വിളക്കുകളൊന്നും കത്തിക്കണമെന്നില്ല. ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് എടുക്കുക. അതേപോലെ തന്നെ അതില്ലെങ്കിൽ വാഴയില എടുത്താൽ മതി. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആ പ്ലേറ്റിൽ പൂവുകളുണ്ടെങ്കിൽ പൂവുകൾ കൊണ്ട് അലങ്കരിച്ച് 2 മൺവിളക്കെടുത്ത് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് നെയ്യൊഴിച്ച് ജ്വാല കിഴക്കോട്ട് വരത്തക്ക രീതിയിൽ ദീപം കൊളുത്തുക. ദീപം കൊളുത്തിയതിന് ശേഷം അഭിജിത്ത് സ്തുതി നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇഷ്ടദൈവത്തിൻ്റെയോ അങ്ങനെ അല്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ ജപിക്കണം. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 3 ഏലക്കായ എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള 3 ഏലക്കായ എടുത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അഭിജിത്ത് സ്തുതി ചൊല്ലുമ്പോൾ ഓരോ ഏലയ്ക്ക ആ ഒരു ദീപത്തിന് സമർപ്പിക്കണം. അതിനുശേഷം ഒരു പേപ്പർ, വൈറ്റ് കളറിലെ ഒരു പേപ്പർ എടുക്കുക. A4 ഷീറ്റോ മക്കളുടെ ബുക്കിൻ്റെ പേപ്പറോ എന്തുമാവാം. ഒരു പേപ്പർ എടുത്തിട്ട് ആ ഒരു പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. എഴുതിയതിന് ശേഷം നമ്മുടെ ആഗ്രഹം കൂടി 8 പ്രാവശ്യം 1 മുതൽ 8 വരെ നമ്പർ ഇട്ടിട്ട് 8 പ്രാവശ്യം എഴുതണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 333 പ്രാവശ്യം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ഒരു 24 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. പേപ്പർ എടുത്ത് നേരത്തെ തന്നെ 1 to 8 നമ്പറൊക്കെ ഇട്ട് വെച്ചാൽ മതി. ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇത് ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം 8 പ്രാവശ്യം അന്ന് 8 പോർട്ടൽ ഓൺ ആകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹയഗ്രീവ ജയന്തി ആയതുകൊണ്ട് ഹയഗ്രീവ സ്വാമിക്ക് ഏലയ്ക്ക വളരെയധികം പ്രിയമായതുകൊണ്ടാണ് നമ്മൾ അഭിജിത്ത് സ്തുതി ചൊല്ലി ഏലയ്ക്ക സമർപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ആഗ്രഹം കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. പൗർണമിയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും എല്ലാം കൂടി ചേരുമ്പോൾ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹത്തെ നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു തരും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഈ ഒരു സമയം വിനിയോഗിക്കണം. ഇനി ജോലിക്ക് പോകുന്നവർ, ആ സമയത്ത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്തവരൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു അഭിജിത്ത് സ്തുതി കണ്ടിന്യൂസ് ആയിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു അഭിജിത്ത് സ്തുതി എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നാലും ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അഭിജിത്ത് സ്തുതി ഞാൻ പറയാം. ഇവിടെ എഴുതിയും കാണിക്കാം. അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാന നാഥദീയ ജ്യോതിന നളഗംഗാധര
പവധാരണ ശിവസ്യ വിഷ്ണുമേദിന പവധവലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഇതാണ് അഭിജിത് സ്തുതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലാം. അങ്ങനെ അല്ലെങ്കിൽ ആ 24 മിനിറ്റ് മുഴുവനായിട്ടും ചൊല്ലുന്നവരുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്യാനും ചൊല്ലാനും ശ്രമിക്കണം. എഴുതിയ ശേഷം ആ പേപ്പർ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കുന്ന അവിടെ തന്നെ വെക്കാവുന്നതാണ്. അടുത്ത മാസം വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയം വരെ അതിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുമ്പോൾ അത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ചെയ്യണം. വളരെയധികം പവറുള്ള ഈ ദിവസം നമ്മൾ ചെയ്യുന്ന നമ്മുടെ അത്രമേൽ പ്രാധാന്യം നിറഞ്ഞ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടിയിരിക്കും. കാരണം പ്രപഞ്ചശക്തിയും ദൈവീക ശക്തിയും എല്ലാത്തിനും ആ ഒരു എനർജി കൂടുതലായിട്ട് നിൽക്കുമ്പം നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് നമ്മളിലോട്ട് ആകർഷിച്ചെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അതാണ് ഇതിന് പിറകിലുള്ള തത്വം. എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.